വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ പ്രതീക്ഷയിലാണ് കേരളത്തിന്റെ വാണിജ്യ സാമ്പത്തിക മേഖല. 2028-ൽ 2, 3, 4 ഘട്ടങ്ങൾ പൂർത്തിയാകുന്നതോടെ ആഗോള സമുദ്ര ചരക്ക് ഗതാഗതത്തിന്റെ ഹബ്ബായി കേരളം മാറും. തുറമുഖം പൂർണ്ണ സജ്ജമാകുന്നതോടെ ചരക്കുകൾക്കൊപ്പം സഞ്ചാര കപ്പലുകൾക്കും വിഴിഞ്ഞത്ത് നങ്കൂരമിടാൻ സാധിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അടുത്ത ഘട്ടത്തിലൂടെ 2, 3, 4 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഒരുമിച്ച് പൂർത്തിയാകുന്നത്. 800 മീറ്ററാണ് നിലവിൽ ബർത്തിന്റെ നീളം. ഇത് 2000 മീറ്ററായി ഉയർത്തുന്നതോടെ 5 മദർഷിപ്പുകൾക്ക് ഒരേ സമയം വിഴിഞ്ഞത്ത് നങ്കൂരമിടാൻ സാധിക്കും. ഭൗതിക സാഹചര്യങ്ങൾക്കൊപ്പം തുറമുഖത്തിന്റെ കാര്യക്ഷമതയും വൻതോതിൽ വർദ്ധിക്കുമെന്ന് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഭൗതിക സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 800 മീറ്റർ ഉള്ള ബർത്ത് ഇനി 1200 മീറ്റർ കൂടി ഉണ്ടാകും. അതായത് 2000 മീറ്റർ ഉള്ള ബർത്ത് ഉണ്ടാകും. അപ്പോൾ 5 മദർ കപ്പലുകൾക്ക് ഒരുമിച്ച് വന്ന് നങ്കൂരമിടാനായിട്ട് സാധിക്കും. നമ്മുടെ പുലിമുട്ട് ഒരു 920 മീറ്റർ കൂടി ഇനിയും വർദ്ധിക്കും. 71 ഹെക്ടയർ ഭൂമി നമ്മൾ വീണ്ടും കടലിൽ നിന്നും വീണ്ടെടുക്കുകയായിരിക്കും. ഇതെല്ലാം തന്നെ പ്രവർത്തനക്ഷമമാക്കാനായിട്ട് മറ്റ് വേണ്ടുന്ന ക്രെയിനുകളും മറ്റു ഉപകരണങ്ങളും അതുപോലെ തന്നെ ട്രെയിലർ ട്രക്കുകളും ഒക്കെ തന്നെ ഇനിയും വർദ്ധിക്കും. അടുത്ത ഘട്ടം പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും വിഴിഞ്ഞം ഏറെ ഗുണകരമാകും. ചരക്ക് കപ്പലുകൾക്കൊപ്പം സഞ്ചാര കപ്പലുകളും വിഴിഞ്ഞത്ത് എത്തും. ഇപ്പോൾ നമുക്കൊരു ചരക്ക് ഗതാഗതത്തിന് മാത്രമായിട്ടുള്ള കണ്ടെയ്നർ ടെർമിനലായിട്ടാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ മൾട്ടിപർപ്പസ് ബർത്തും കൂടി കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ലിക്വിഡ് കാർഗോയും ബൾക്ക് കാർഗോയും ഭാവിയിൽ നമുക്ക് സഞ്ചാര കപ്പലുകൾ ക്രൂസ് വെസൽസ് സഹിതം വരാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കും. ICP സ്റ്റേറ്റസ് നമുക്കിപ്പോൾ ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് എന്നുള്ളത്, അപ്പോൾ അത് കാരണം നമ്മൾ ക്രൂ ചേഞ്ച് ആരംഭിക്കാൻ പോവാണ്. ആദ്യഘട്ടത്തിൽ 550 കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖത്തിനായി സംസ്ഥാന സർക്കാർ ചെലവാക്കിയത്. അടുത്ത 3 വർഷത്തേക്ക് 10,000 കോടി രൂപയാണ് സ്വകാര്യ നിക്ഷേപമായി വിഴിഞ്ഞത്തെത്തുക. നിലവിലെ ശേഷിയുടെ 5 മടങ്ങ് വർദ്ധിപ്പിച്ച് 57 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞത്തിന് സാധിക്കും. പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനാണ് വിഴിഞ്ഞം അവസരമൊരുക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.